നമസ്കാരം കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നമ്മുടെ തമ്പനയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം അത് കണ്ടിട്ടായിരിക്കണം നിങ്ങൾ ഈ വീഡിയോയിലോട്ട് വന്നത്. സാധാരണ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയമാണ്, ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, വോയിസ് ഓവർ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം വോയിസ് ഓവർ ചെയ്യുമ്പോഴേക്കും ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, ഇതുപോലുള്ള ധാരാളം സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് ഈ പുതിയതായിട്ടൊക്കെ ഈ യൂട്യൂബിൽ വരുന്നവർക്ക് എഡിറ്റിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു രീതിയിൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞോട്ടെ, വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. തുടക്കക്കാർക്ക് പോലും ആരുടെയും സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാനിതിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആരംഭത്തിൽ ഞാനും ഇതുപോലെ എളുപ്പമുള്ള ഇതുപോലത്തെ ആപ്പുകളിലൊക്കെ ആയിരുന്നു വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. അത് ആരോട് സംശയം ചോദിക്കണം, നിങ്ങൾക്ക് തന്നെ തന്നെത്താനെ ചെയ്ത് ഏതൊരു വീട്ടമ്മയ്ക്കും ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് ആണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിന് ഇൻഷോട്ട് എന്ന് പറയും. ധാരാളം പേരിപ്പോൾ ഇൻഷോട്ട് എന്ന ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ തുടങ്ങുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് ഈ പരിസരത്തിലുള്ള ശബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കാനായിട്ട് ഈ ജനലുകളും കതവുകളും ഒക്കെ മൂടിയ ഒരു റൂമിൽ സ്റ്റുഡിയോ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് പുറത്തു നിന്നുള്ളൊരു സൗണ്ടൊക്കെ വരാതെ രാത്രി കാലങ്ങളിൽ വളരെ ശബ്ദങ്ങൾ പുറത്തു നിന്നുള്ളത് കുറവായിരിക്കും. അത് ഒരു കാര്യം. പിന്നീട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ഫാനൊക്കെ ഓടുന്ന ശബ്ദം ആ ബാക്ക്ഗ്രൗണ്ടിലുണ്ടെങ്കിൽ അത് ഒരുമാതിരി കറകറാന്ന് പറഞ്ഞ് എന്തോ ഒരു ഡിസ്റ്റർബൻസ് പോലെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ വന്നിട്ട് ഫാനൊക്കെ ഓഫ് ചെയ്യുക. പിന്നെ AC ആയാലും ഫാൻ ആയാലും അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് വരുമ്പോഴേക്കും നമുക്ക് ആ ക്ലാരിറ്റി കിട്ടില്ല. അതുപോലെ തന്നെ ഈ ഇൻഷോട്ട് എന്ന ആപ്പ് വന്നിട്ട് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇനി ഞാൻ നിങ്ങൾക്ക് ആപ്പ് തുറന്നിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വിശദീകരിക്കാം. സ്ക്രീൻ റെക്കോർഡിങ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഗൂഗിൾ പ്ലേ സ്റ്റോർ അറിയാമല്ലോ അല്ലേ? അപ്പോൾ അതിൽ പോയിട്ട് നമ്മുടെ ആപ്പ് ആദ്യം ഡൗൺലോഡ് ചെയ്യണം. അതിൽ ഇൻഷോട്ട് എന്ന് പറഞ്ഞ് അടിക്കുക. കണ്ടോ, ഇൻഷോട്ട് എഡിറ്റർ വീഡിയോ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. സമയമാകും ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. പക്ഷേ ഞങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വന്നിട്ട് ഈ ഓഫീസിൻ്റെ ഈ ഫൈബർ കേബിൾ വൈഫൈ അത് ഭയങ്കര ഫാസ്റ്റായിട്ട് വർക്കാവുന്ന ഒന്നാണ്. അതുകൊണ്ട് ഞാനപ്പോൾ അതിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പെട്ടെന്ന് നിങ്ങൾക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അത് നോക്കി ഒന്ന് മനസ്സിലാക്കുക. ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഇൻസ്റ്റാൾഡ് എന്ന് വന്നു കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ ഈ ഓപ്പൺ പോയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇവിടെ നിങ്ങൾക്ക് ഇൻഷോട്ട് ആപ്പ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ പ്രീമിയം യൂസേഴ്സിന് വേണ്ടിയിട്ട് ആ രീതിയിൽ നമ്മൾ മണി എമൗണ്ട് കൊടുത്തിട്ട് മാസം അങ്ങനെ കൊടുത്തിട്ട് അതും ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ ക്രിയേറ്റ് ന്യൂ വീഡിയോ ഫോട്ടോ കോളേജ് എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ആ പിങ്ക് നിറത്തിൽ നമുക്ക് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ യൂസ് ചെയ്തിട്ട് ഇതിൽ എന്തൊക്കെ ഫങ്ഷൻസാണ് ഉള്ളത് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് പെർമിഷൻസ് ചോദിക്കും. അപ്പോൾ അലോ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇതിലോട്ട് പോകുന്നുണ്ട്, ഫോണിൻ്റെ ഗാലറിയിൽ പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അതിൽ നിന്നൊരു ചെറിയ വീഡിയോ നമുക്ക് ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിലേത് വീഡിയോ ആണോ വേണ്ടത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങൾക്ക് ഇത് ട്രിം ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ സമയം കൂട്ടാം, ദൈർഘ്യം കുറയ്ക്കാം, ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഇവിടെ താഴെ നിങ്ങൾക്ക് നോക്കാൻ കഴിയും. ഈ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഓക്കെ കൊടുത്തു. ഇനി ഇപ്പോൾ AI സ്പീച്ച് നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് AI ലാംഗ്വേജ് AI സംസാരിക്കുന്ന പോലെ കണ്ട പല മോഡുണ്ട്. അപ്പോൾ നമുക്കത് വേണ്ട. ഇപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, എന്ത് എഡിറ്റിംഗ് ആണോ ചെയ്യാനുള്ളത് ആദ്യം
ഇവിടെ ക്യാൻവാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കാണുന്നുണ്ടല്ലോ. ആ ക്യാൻവാസിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും സാധാരണ നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോസിൻ്റെ റേഷ്യോ, അതായത് ഓരോ ആപ്പിന് ഓരോരോ റേഷ്യോസാണ്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ 1:1 ആയിരിക്കും, അതുപോലെ ട്വിറ്ററിലാണെങ്കിൽ 9:16. അപ്പം യൂട്യൂബിന് നമ്മൾക്ക് വേണ്ടത് 16:9 റേഷ്യോ ആണ്. അപ്പോൾ അതവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ റേഷ്യോ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു ടിക്ക് കാണുന്നുണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ ആ റേഷ്യോയിലോട്ട് അത് മാറി. ഇനി അടുത്ത ഓപ്ഷൻ വന്നിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത് ഓഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അപ്പോൾ ഓഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ മ്യൂസിക്കൊക്കെ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മ്യൂസിക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പോയി മൈ മ്യൂസിക് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്നും കുറേ മ്യൂസിക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പുറത്തു നിന്നുള്ള മ്യൂസിക്കൊക്കെ നിങ്ങൾ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് കോപ്പി റൈറ്റ് ഇഷ്യൂസൊക്കെ വരുന്നതുകൊണ്ട് നിങ്ങൾ നേരിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ ഡൗൺലോഡ് ചെയ്യുന്ന മ്യൂസിക് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ അത് നിങ്ങൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മ്യൂസിക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് എന്താ ഇഫക്ട്സ് അതിലേത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ബെല്ലോ അങ്ങനെ എന്ത് വേണമെങ്കിലും അതിൻ്റെ ഓരോ ഓപ്ഷൻസ് ഇതിൽ നിന്ന് ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ റെക്കോർഡ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഈ ആപ്പിൽ വെച്ച് തന്നെ നമുക്ക് ഈ റെക്കോർഡിങ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ പെർമിഷൻസ് കൊടുത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഞാൻ ഈ അലോ ഇൻ ഷോട്ട് എന്ന് പറയുമ്പോൾ 3 ഓപ്ഷനുണ്ട്. ഈ ഒരു സമയത്ത് മാത്രം കൊടുക്കാം, ഇല്ല എപ്പോൾ ഈ ആപ്പിലോട്ട് നമ്മൾ പോയാലും ഓഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാം. അത് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓൺലി യൂസിങ് ദ ആപ്പ് ഞാൻ കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് അടുത്തത് നമ്മുടെ മ്യൂസിക്കിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. ഇനി ഓക്കെ ചെയ്താൽ അടുത്തത് ഈ സ്റ്റിക്കർ ഓപ്ഷൻ എന്ന് പറഞ്ഞൊന്നുണ്ട്. സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ചെന്നാൽ കണ്ടോ ഒരുപാട് നല്ല നല്ല സ്റ്റിക്കറും ഇമോജി ഇതുപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇപ്പം ഈ കൈയടിക്കുന്ന ഓപ്ഷൻ വേണോ, ഇല്ല ബ്രേക്കിംഗ് ന്യൂസ് എന്ന് കൊടുക്കണോ, ഇല്ലെങ്കിൽ ഈ ഇതിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അതിൽ സ്ക്രോൾ ചെയ്താൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്കത് മാറ്റാൻ പറ്റും. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കട്ട് ചെയ്യാം, ഇത് വലുതാക്കാം, ഇത് ചെറുതാക്കാം, അതെന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതിനെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഇന്ന് ഔട്ട് അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വേണ്ടാന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ക്യാപ്ഷൻ സ്റ്റിക്കർ ഇതൊക്കെ കണ്ടല്ലോ മുഴുവനും, അതിൽ നിങ്ങൾക്ക് ഗിഫ് കൊടുക്കാം, ഇല്ല ഇങ്ങനത്തെ ഇമോജീസൊക്കെ കൊടുക്കാം. ഇത് ധാരാളം ഓപ്ഷൻസ് നിങ്ങൾക്ക് ഈ പൂക്കളുടെ പടം, ടെഡി ബെയർ, ഇതൊക്കെ പാൻഡ, അതിൻ്റെ സ്റ്റിക്കേഴ്സ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാലറിയിൽ പോയിട്ട് അതിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും ഫോട്ടോസൊക്കെ. അതുപോലെ തന്നെ ഇനി അടുത്തതാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതും സ്ക്രീനിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും മൂവ് ചെയ്യാം, അത് ചരിക്കാം, നിവർത്തി വയ്ക്കാം, അത് വേണ്ടെങ്കിൽ കട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഇങ്ങനെ ടെക്സ്റ്റിൽ അടിച്ചു, എന്നിട്ട് ഇൻഷോട്ട് ആപ്പ് എന്ന് ഇങ്ങനെ കൊടുക്കണമെന്ന് വെച്ചോളൂ. അപ്പോൾ ഇൻഷോട്ട് എന്ന് ഞാനിതിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വയ്ക്കാം. ഇനിയിപ്പോൾ ഇത് വലുതാക്കണമെങ്കിൽ വലുതാക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ കളർ ഓപ്ഷൻസ് ഉണ്ട്. ടെക്സ്റ്റിന് നിങ്ങൾക്ക് എന്ത് കളർ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ എനിക്ക് റെഡാണ് കൊടുക്കണമെങ്കിൽ റെഡ്, കണ്ടോ, അതുപോലെ യെല്ലോ ആണെങ്കിൽ അങ്ങനെ. ഇനി ഇതിന് ബോർഡർ കൊടുക്കണമെങ്കിൽ ഇതെന്താണെന്ന് വെച്ചാൽ ബോർഡർ ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഈ സർക്കിൾ പോലത്തെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് എനിക്കിനി റെഡ് ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ ആ റെഡിൽ പ്രസ് ചെയ്യുക. ഇല്ല എനിക്കിപ്പം ബ്ലൂ വേണോ, വയലറ്റ് വേണോ, എന്ത് കളർ ബോർഡർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഷാഡോ പോലെ അത് എവിടെ വേണമെങ്കിലും മാറ്റാമെന്ന് ഞാൻ പറഞ്ഞു. ബോർഡർ കൊടുക്കാം, കാരണം ഈ ഇൻഷോട്ടിന് ചുറ്റിലും എന്താണ് ഇപ്പോൾ എനിക്ക് ഗ്രീൻ ഇത് ബോർഡർ വേണോ, എന്ത് കളർ ബോർഡർ വേണമെങ്കിലും മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഗ്ലോ പല ഓപ്ഷൻസും ഉണ്ട്. ലേബൽ, ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിത് കൂട്ടാം കുറയ്ക്കാം, തിക്നെസ് കൂട്ടാം കുറയ്ക്കാം. പിന്നെ ലേബൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ലേബൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിന് ചുറ്റിലും നിങ്ങൾക്ക് കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കണ്ടോ എന്ത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അത് വേണമെങ്കിൽ ലേബൽ എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് പോവുക. ഇനി നിങ്ങൾക്ക് ഈ ഫോണ്ട് എങ്ങനെ വേണം, ഇപ്പം ഇത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ പെർമനൻറ്റ്, കണ്ടോ ഇതുപോലെ ആണെങ്കിൽ അതുപോലെ ചരിഞ്ഞ് വരുന്നു. ഇത് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ. പിന്നെ എയിലറോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, കാരണം അതനുസരിച്ചിട്ട് മാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അങ്ങനെ, ഡാനിയൽ. അപ്പോൾ ഇതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് വേണം, ഏറ്റവും ഇത് സാധാരണ ഈ റോബോട്ടോ മീഡിയമാണ് കൊടുക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കാം, ഇല്ലെങ്കിൽ വലുതാക്കാം, എങ്ങനെ വേണമെങ്കിലും സ്ക്രീനിൻ്റെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അതുകൊണ്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ AI സ്പീച്ച് വേണമെങ്കിൽ അങ്ങനെ. അതുപോലെ ക്യാപ്ഷൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാപ്ഷൻസ് വേണമെങ്കിൽ
അതിൽ ഓട്ടോ ക്യാപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ടുഡേ ഐ എം കമ്മിങ് ബാക്ക് ടു മൈ ചാനൽ, അല്ലെ വെൽക്കം ടു മൈ ചാനൽ, അങ്ങനെ എന്ത് വേണമെങ്കിലും ഈ ഓട്ടോ കൺവേർട്ട് സ്പീച്ച് ടു ടെക്സ്റ്റ് ആൻഡ് ആഡ് സബ് ടൈറ്റിൽസ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇത് സ്പീച്ച് കൺവേർഷൻ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ടെക്സ്റ്റ് മാത്രം നിങ്ങൾ അടിച്ചാൽ മതി. പക്ഷേ ഇത് വലുതായിട്ട് യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് ടൈപ്പ് ചെയ്ത് തന്നെ ഇവിടെ ചേർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഓഡിയോ സോഴ്സ്, അത് എന്ത് ലാംഗ്വേജ് വേണമെങ്കിലും ഇവിടെ മാറ്റാം, ഇംഗ്ലീഷ്. അപ്പോൾ ഇവിടെ സെലക്റ്റഡ് ലാംഗ്വേജസേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഇംഗ്ലീഷിലാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇഫക്ട്സ് ഉണ്ട്. ഇഫക്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്ത് ഇഫക്ട്സ് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്യാം. അപ്പം ആഡ് ഫിൽറ്റേഴ്സ് ടു എൻറ്റയർ ക്ലിപ്പ്. അപ്പോൾ അതിൽ വന്നിട്ട് ബ്രൈറ്റ്, പിങ്ക്, അപ്പോൾ പല ഇതുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റിലുണ്ട്. അപ്പോൾ മൂടി, ചിലതിന് പ്രീമിയം ഫീച്ചേഴ്സ് ഉള്ളതുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും കൊടുത്താലും നമുക്ക് അതുപോലെ നമുക്ക് അതേ സെയിം സയാന് കണ്ടോ, അത് ഓരോന്ന് ആ പിക്ചറിൽ കണ്ടാൽ നിങ്ങൾക്കത് മാറുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കിത് കൂട്ടുകയും കുറയ്ക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടോ ഷാർപ്പാകുന്നു, ഇത് ഡള്ളാകുന്നു. പിന്നെ വാംത്ത്, അതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ടിൻറ്റ് കണ്ടോ, ടിൻറ്റ് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ മിഡിൽ പൊസിഷനിൽ വെക്കുക. സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ കളർ നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ. പിന്നെ എല്ലാം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പറയുമ്പോഴേക്കും അത് ഒരുപാട് നിങ്ങൾക്കതിനെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഏതാണോ തോന്നുന്നത് അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഷാർപ്പൺ ചെയ്യാം ഇമേജസൊക്കെ. അതുപോലെ ഗ്രെയിൻസ് അതുണ്ടെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇനിയിപ്പം ആ ഒരു ഇത് കഴിഞ്ഞ് പിന്നെ അതിൽ ഡിലീറ്റ് ഓപ്ഷനുണ്ട്. അതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് പിക്ചർ ഇൻ പിക്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു പിക്ചർ ഇതിലോട്ട് ഞാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫോട്ടോ ഓപ്ഷനിലോട്ട് മാറ്റുക. കാരണം വീഡിയോയും കൊടുക്കാം, ഫോട്ടോയും കൊടുക്കാം. അപ്പം ഈ ഫോട്ടോ ഓപ്ഷനിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ഇത് നിങ്ങൾക്ക് വന്നിട്ട് കണ്ടോ, ഇതിപ്പോൾ പിക്ചറായിട്ട് ഇവിടെ നമുക്കത് ചെറുതാക്കിയോ സൈഡിലോ മുകളിലോ ഒക്കെ അങ്ങനെ പിക്ചർ ഇൻ പിക്ചറായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ എന്ത് ആൽഫബറ്റ് ആണെങ്കിലും ടൈറ്റിലാണെങ്കിലും എന്ത് വേണമെങ്കിലും കൊടുക്കാം. വേണ്ടാന്നുണ്ടെങ്കിൽ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇമേജസ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടു, ഇവിടെ വെച്ചിട്ട് അങ്ങ് സ്പ്ലിറ്റായി. അതുപോലെ തന്നെ വോളിയം വന്നിട്ട് നിങ്ങൾക്ക് മുഴുവനും കൂടുതൽ വോളിയത്തിൽ വയ്ക്കാം, വോളിയം കട്ട് ചെയ്യാനായിട്ടും സാധിക്കും. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക്. ഇങ്ങനെ കണ്ടോ, എന്ത് കളേഴ്സ് വേണമെങ്കിലും അത് കണ്ടോ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇഷ്ടമുള്ള കളേഴ്സ്, ഒരുപാട് കളർ ചോയ്സസ് ഉണ്ട്. അതിലെന്ത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇവിടെ കൊടുക്കുവാനായിട്ട് സാധിക്കും. അടുത്തത് നമ്മൾ ഈ പറയുന്ന സ്പീച്ചിന് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ സ്പീഡ് കൂട്ടാം, ഇല്ല സ്പീഡ് കുറയ്ക്കാം. അതെന്ത് വേണമെങ്കിലും നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ആനിമേഷൻ, ഇപ്പോൾ ആനിമേഷൻ എന്ന് പറയുമ്പോഴേക്കും കണ്ടോ ഇത് ഫേഡായി പോകുന്നു കണ്ടോ. ഇനി സൂം ഇൻ, ബാക്കിൽ നിന്നും ഫ്രണ്ടിലോട്ട് വരുന്ന പോലെ. ഈ സൂം ഔട്ട്, അകത്തോട്ട് സൂം ഔട്ടായി പോകുന്നു. അങ്ങനെ അതിലും പല ഓപ്ഷൻസ് കണ്ടോ, ഇതിങ്ങനെ വരുന്നത് പോലെ സ്വിങ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പല ഓപ്ഷൻസ് ഇതുപോലെ വരാൻ. അത് നിങ്ങൾക്ക് ഏതാണോ അങ്ങനെ വല്ലതും നടുക്ക് ഒരു ഇഫക്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കോംബോ ആയിട്ട് കൊടുക്കാം. ഇതുപോലെ ലൂപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനത്തെ ആ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇമേജസൊക്കെ ക്രോപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് 1:1 അത് ക്രോപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ഒരുപാട് വോയിസ് ഇഫക്റ്റ് ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോനെ ഒന്നും കൂടെ ആവർത്തിക്കുന്നതിനാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ പൊസിഷൻ കണ്ടോ ഇങ്ങനെ മാറ്റാനായിട്ട് പറ്റുക, ആ ഒരു ഓപ്ഷനുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇമേജ് വന്നിട്ട് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇത് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ ഈ താഴെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഇവിടെ ഇൻഷോട്ട് എന്ന് പറഞ്ഞ ഒന്നും ഉണ്ട്. അപ്പോൾ ആ ഇൻഷോട്ട് വേണ്ട, വാട്ടർ മാർക്ക് ഉണ്ടെങ്കിൽ അത് വീഡിയോയുടെ അവസാനം വരെ അത് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് ഇത് റിമൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പം അതിന് ഒരു ആഡ് കണ്ടാൽ നമുക്കത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ആഡാണ് അതിൽ വരുന്നത്. സെക്കൻഡ് ആവും. അപ്പോൾ കണ്ട് താഴത്തെ ആ ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആ ഒരു വാട്ടർ മാർക്ക് മാറി കിട്ടി.
അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ടും ഇത് ഏറ്റവും ബിഗിനേഴ്സിന് വളരെ എളുപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ മുകളിൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺസില്ലേ, ആ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ വീഡിയോ വന്നിട്ട് നേരെ നിങ്ങളുടെ ഗാലറിയിലോട്ട് പോകും. അപ്പം ഗാലറിയിൽ നിന്നും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വീഡിയോ അങ്ങനെ സേവ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള രീതിയിലുള്ള ഒരു ആപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ പരിചയമായി കഴിയുമ്പോഴേക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആപ്പുകളൊക്കെ ധാരാളമുണ്ട്. പക്ഷേ എപ്പോഴും തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത് ഇത് പ്ലേ ആപ്പ് ബട്ടണാണ് ഇത്. ഇതിന് ഇവിടെ ഒരു പ്ലസ് സിംബൽ ഉണ്ടല്ലോ, ഇതിൽ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ വീഡിയോസ് പോയി ഗാലറിയിൽ നിന്നും ആഡ് ചെയ്യാനായിട്ട് വേണ്ടതാണ് ഈ പ്ലസ് ബട്ടൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ആദ്യം ഇതൊന്ന് പരിശീലിച്ച് നല്ലവണ്ണം ട്രൈ ചെയ്ത് നോക്കുക. ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്ന ന്യൂ കമേഴ്സ് ആയാലും ശരി, ഹൗസ് വൈഫ്സ് ആയാലും ശരി, ആർക്കായാലും ഇത് പെട്ടെന്ന് തന്നെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പിനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ മറക്കാതെ നിങ്ങൾ ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഈ വീഡിയോസിലൊക്കെ ഇത് യൂസ് ചെയ്ത് ഇനിയുള്ള വീഡിയോസ് ഇതുപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട വേറൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.